തിരുവനന്തപുരത്തേക്കാണ്. മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ചമഞ്ഞെത്തിയ യുവതി പിടിയിൽ. പെരുന്ന സ്വദേശി ഇവയെ സുരക്ഷാ ജീവനക്കാരാണ് പിടികൂടിയത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ന്യൂറോ സർജനായാണ് യുവതി എത്തിയത്. മെഡിക്കൽ കോളേജ് പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്തു. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, ഈ മെഡിക്കൽ കോളേജിൽ തന്നെ ഇങ്ങനെ ഡോക്ടർ ചമഞ്ഞെത്തിയല്ലേ? എത്തിയ ഉടനെ തന്നെ പിടികൂടിയോ? റോഷ്നി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ യുവതി മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ആദ്യം എത്തിയത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലായിരുന്നു. ഇവിടെ എത്തിയ യുവതി സീനിയർ റെസിഡന്റ് ആയിട്ടുള്ള ന്യൂറോ സർജൻ എന്നായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരനോട് പറഞ്ഞത്. പക്ഷേ ഇവരുടെ പെരുമാറ്റത്തിൽ ചില സംശയം തോന്നിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ഡോക്ടർമാരെ അറിയിക്കുകയായിരുന്നു. മറ്റു ഡോക്ടർമാർ നടത്തിയ പരിശോധന ഇങ്ങനൊരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്ന് കണ്ടെത്തി. പക്ഷേ പിന്നാലെ നടത്തിയ CCTV പരിശോധനയിൽ ഈ യുവതി തുടർന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലും പരിശോധനയ്ക്കായി എത്തിയെന്നുള്ളതാണ് നിലവിൽ കണ്ടെത്താൻ സാധിച്ചത്. ഇതിനുശേഷം ക്യാൻറ്റീനിലെത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് സെക്യൂരിറ്റി ജീവനക്കാർ ഇവരെ പിടികൂടി മെഡിക്കൽ കോളേജ് പോലീസിന് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. പക്ഷേ ഇവരുടെ പേര് ഇവ എന്നാണ് പോലീസിനോട് പറഞ്ഞതെങ്കിലും അതൊന്നും തന്നെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. നിലവിൽ പെരുന്ന സ്വദേശിയും നിലവിൽ പേരൂർക്കട വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് പോലീസിനോട് യുവതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ശ്രീജിത്ത് റായിൽ ഇപ്പോൾ ഇവരുടെ ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ടെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇവർ പറയുന്നതിൽ ചില പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവരുടെ ഉദ്ദേശം എന്താണ്, എന്തിനാണ് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഒരു വ്യാജ ഡോക്ടറായിട്ട് ചമഞ്ഞ് ഈ മെഡിക്കൽ കോളേജിൽ എത്തിയത്. 2 ബ്ലോക്കുകളിലാണ്, പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളിലാണ് ഇവർ എത്തിയതും രോഗികളെ ചികിത്സിക്കാനായിട്ട് എത്തിയെന്നുള്ളതാണ് നിലവിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് പോലീസ് പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിൽ അന്വേഷിച്ചു വരുന്നത്. മറ്റൊന്ന് ഇവരുടെ പേര് വിവരങ്ങൾ, എന്തായാലും ഇവർ ഏത് നാട്ടിൽ നിന്നാണ് വന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. റോഷൻ, ശരി. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.